കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് ജയം. 44 റൺസിനാണ് വിജയം. കാലിക്കറ്റിനു വേണ്ടി മോനുകൃഷ്ണ 3-ഉം എസ് മിഥുൻ 2 വിക്കറ്റും വീഴ്ത്തി. അഖിൽ സ്കറിയയുടെ ഓൾറൗണ്ട് പ്രകടനം വിജയത്തിൽ നിർണായകമായി. വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുകയാണ്. എങ്ങനെയാണ് കാലിക്കറ്റിന്റെ വിജയം, നിഖിൽ? തീർച്ചയായും ആവേശകരമായ ഒരു മത്സരം. അതിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വീണ്ടും ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലെ ഇന്നലത്തെ മത്സരത്തിൽ വിജയികളായിരുന്ന ആലപ്പി റിപ്പിൾസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വീണ്ടും ഒരു വിജയം സ്വന്തമാക്കിയത് എന്ന് പറയാൻ സാധിക്കും. അത് എടുത്തു പറയേണ്ടത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലുമുള്ള ടീമിൻ്റെ പ്രകടനം, ഒരു ഓൾറൗണ്ട് മികവ്, ഒരു ടീമിൻ്റെ കളക്റ്റീവ് എഫേർട്ട് എന്ന് പറയാൻ സാധിക്കും. അത്തരത്തിലൊരു പ്രകടനം തന്നെയാണ് എന്തായാലും ഇന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം 3 വിക്കറ്റ് എടുത്ത മോനുകൃഷ്ണയുടെ പ്രകടനമാണ്. മോനുകൃഷ്ണ 3 വിക്കറ്റ് എടുത്ത മോനുകൃഷ്ണ തന്നെയാണ് കളിയിലെ താരമായിരിക്കുന്നതും മോനു തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. അതായത് തുടക്കത്തിലെ തന്നെയുള്ള വിക്കറ്റുകൾ അസറുദ്ദീൻ്റെ അടക്കം, അസറുദ്ദീൻ്റെയും ഒപ്പം അരുണിൻ്റെയും ഒക്കെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തകർത്ത ആദിത്യ ബൈജുവിൻ്റെ ഒക്കെ വിക്കറ്റ് എടുത്ത മോനുകൃഷ്ണയാണ് എന്തായാലും കളിയിലെ താരം. മോനു 4 ഓവറിൽ 30 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം കൂടിയുണ്ട്. അത് അഖിൽ സ്കറിയയുടെയാണ്. അഖിൽ സ്കറിയ കഴിഞ്ഞ ദിവസം നമ്മൾ ജനൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയൊരു താരം കൂടിയാണ് അഖിൽ സ്കറിയ. അഖിൽ സ്കറിയ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ വിക്കറ്റ് സ്വന്തമാക്കിയൊരു താരമാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഒപ്പം പർപ്പിൾ ക്യാപ്പ് സ്വന്തമായി, അതായത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് വേട്ടക്കാർക്കുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമായുള്ള താരമാണ് അഖിൽ സ്കറിയ. അഖിൽ സ്കറിയ ഇന്ന് 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അതോടൊപ്പം ബാറ്റിങ്ങിലും നിർണായകമായ പ്രകടനം തന്നെ അഖിൽ സ്കറിയ പുറത്തെടുത്തു. അഖിൽ സ്കറിയ 30 പന്തിൽ 45 റൺസാണ് സ്വന്തമാക്കി. ഇത് തന്നെയാണ് ടീമിൻ്റെ ഒരു പൊരുതാവുന്ന സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഒരു മികച്ച സ്കോറിലേക്ക് ടീമിനെ എത്തിച്ചത് ഈ ഒരു പ്രകടനം തന്നെയാണ്. ഒപ്പം നായകൻ രോഹൻ കുന്നുമലിൻ്റെ ഒരു 31 റൺസ് പ്രകടനം, അതും ടീമിനെ ഒരു പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ എന്തായാലും നിർണായകമായി. നമ്മൾ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മത്സരം ഉണ്ടായിരിക്കുന്നത്.